പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ചോദ്യം ഇതാണ്: പാകിസ്ഥാന്റെ അവശേഷിപ്പുകൾ നമ്മുടെ നാട്ടിൽ വേണോ എന്നുള്ളത്. ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു രാജ്യത്തിന്റെ അവശേഷിപ്പുകൾ നമ്മുടെ നാട്ടിൽ വേണ്ട എന്ന് തന്നെയാണ് ദേശസ്നേഹികൾ പറയുന്നത്. അതേ നിലപാട് തന്നെയാണ് ജനം ടിവിയുടേതും. കേരളത്തിൽ പാകിസ്ഥാൻ വേണ്ട. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 3 പാകിസ്ഥാന്റെ പേരിൽ സ്ഥലങ്ങൾ. വിവിധ ഇടങ്ങളിലുള്ള പാകിസ്ഥാൻ മുക്കുകൾ കേരളത്തിന് അപമാനമാണെന്ന അഭിപ്രായം ഉയർന്നു കഴിഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പേരുമാറ്റ ആവശ്യവും ശക്തമാവുകയാണ്. ജനം ടിവി ക്യാമ്പയിൻ തുടരുന്നു. പഹൽഗാമിലെ തീവ്രവാദി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ പാകിസ്ഥാൻ സ്ഥലപ്പേരുകൾ ഒരിക്കൽ കൂടി ചർച്ചയാകുന്നത്. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തുമുണ്ട് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ പേരിൽ അറിയപ്പെടുന്ന നിരവധി സ്ഥലപ്പേരുകൾ. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് പ്രധാനമായും 3 പാകിസ്ഥാന്റെ പേരിൽ സ്ഥലപ്പേരുള്ളത്. കല്ലറ മിതിർമലയ്ക്ക് സമീപത്തും നെടുമങ്ങാട് ഭരതന്നൂരിന് സമീപത്തും വെഞ്ഞാറമുട്ടിലുമാണ് പാകിസ്ഥാൻ മുക്കെന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങളുള്ളത്. ഭാരതത്തിനെതിരെ ഇത്രയും ഭീകരമായ പ്രവർത്തനം നടത്തുമ്പോഴത്തേക്കും ആ രാജ്യത്തെ സ്നേഹിക്കുന്ന തരത്തിലേക്ക് ഉള്ള ഒരു നാടിന് തന്നെ ആ പേര് നാമകരണം ചെയ്തിരിക്കുന്നത് അടിയന്തരമായി തന്നെ ആ പാകിസ്ഥാൻ മുക്ക് എന്ന് പറയുന്ന നാമകരണം മാറ്റണമെന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്. ആ പാകിസ്ഥാൻ്റെ ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ ഫലമായി നമ്മുടെ സഹോദരങ്ങൾ 28 പേർ ഈ അടുത്ത് നഷ്ടപ്പെടുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടുപ്രദേശത്താകെ പാകിസ്ഥാൻ മുക്ക് എന്നുള്ള നാമകരണത്തിൽ അറിയപ്പെടുന്ന പ്രദേശങ്ങൾ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. രാജ്യത്തിന് നിരന്തരം ഭീഷണി സൃഷ്ടിക്കുന്ന പാകിസ്ഥാന്റെ പേരിൽ ഒരു സ്ഥലപ്പേര് അത് വേണമോ എന്നാണ് പ്രദേശവാസികൾക്കും ചോദിക്കാനുള്ളത്. അതായത് നിരന്തരം നമ്മുടെ രാജ്യത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നൈബർ കൺട്രിയാണ് പാകിസ്ഥാൻ എന്നത്. ഈ പാകിസ്ഥാൻ എന്നുള്ള പേര് നമ്മുടെ രാജ്യത്തിന് ആവശ്യമില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ഒരു പൂർവ്വ സൈനികൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ്. പാകിസ്ഥാൻ എന്നുള്ള പേര് നമ്മുടെ രാജ്യത്തിനും രാജ്യത്തുള്ള ഒരു ഭാഗത്തും ഒരു സ്ഥലത്ത് പോലും പാടില്ല. കേരളത്തിൽ പ്രോബബ്ലി ഒരു 4-5 സ്ഥലത്ത് ഇത്തരത്തിലുള്ള പേരുകൾ കണ്ടുവരുന്നുണ്ട്. അത് വേണ്ടപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ അതിനെ റിമൂവ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കല്ലറ വില്ലേജിന്റെ പരിധിയിലാണ് പാകിസ്ഥാൻ മുക്ക് വരുന്നത്. അവിടങ്ങളിലുള്ള പ്രദേശങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്ന ആധാരങ്ങളിൽ പോലും പാകിസ്ഥാൻ മുക്ക് എന്ന് എഴുതി ചേർക്കാറുണ്ടെന്നാണ് വിവരം. ഇതൊരു തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പലയിടങ്ങളിലായി പാകിസ്ഥാൻ അനുകൂല പേരുകളുണ്ട്. പഹൽഗാമിലെ വേദനയിൽ നെഞ്ചു പൊട്ടുന്ന ഈ നിമിഷമെങ്കിലും അധികൃതർ ഓർക്കണം, ഈ പേര് നമുക്കിനി വേണോ എന്ന്. രഞ്ജിത്തിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് മാത്രമല്ല, മറ്റു പലയിടങ്ങളിലും പാകിസ്ഥാന്റെ പേരിലുള്ള സ്ഥലങ്ങളുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അവിടെ പൊടിഞ്ഞ ഓരോ ചോരയും ഭാരതത്തിന്റെ ആത്മാവിനേറ്റ മുറിവുകൾ തന്നെയാണ്. ഭീകരരുടെ നട്ടലൊടിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പാകിസ്ഥാന്റെ പേരിലുള്ള സ്ഥലപ്പേരുകൾ ഇനിയും നമ്മുടെ നാട്ടിൽ വേണോ എന്നുള്ളത് തന്നെയാണ്. ഇത് മാറ്റാൻ യാതൊരു നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ മാറ്റം വരേണ്ടതുണ്ട്. ഭീകര പ്രവർത്തനം ചെയ്യുന്ന ഒരു രാഷ്ട്രത്തെ, പ്രത്യേകിച്ച് ഭാരതത്തെ നോവിക്കാൻ മുന്നിട്ടിറങ്ങിയ ഒരു രാഷ്ട്രത്തിന്റെ പേരിൽ സ്ഥലങ്ങൾ വേണോ എന്ന ചോദ്യങ്ങൾക്ക് വേണ്ട എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും ഉത്തരം പറയുന്നത്, അല്ലേ? ദേവിക, തീർച്ചയായും അത് തന്നെയാണ്. നമ്മൾ പഹൽഗാമിലെ വേദനയിൽ നിന്ന് രാജ്യം ഇതുവരെ മുക്തമായിട്ടില്ല. നിരവധി പേർ, 26 പേരുടെ ജീവനാണ് ഈ ആക്രമണത്തിൽ പൊളിഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പൊതുജനം ചിന്തിച്ചു തുടങ്ങിയത്, ഇത്തരം പാകിസ്ഥാൻ അനുകൂല സ്ഥലപ്പേരുകൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനത്തിനകത്തുള്ള സ്ഥലപ്പേരുകൾ അത് നമുക്ക് വേണമോ എന്നൊരാവശ്യമാണ് ശക്തമായി ഉയരുന്നത്. പലയിടങ്ങളിലും ഇത്തരത്തിൽ പാകിസ്ഥാൻ്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലപ്പേരുണ്ട്. അത് ഗൂഗിൾ മാപ്പുകളിലടക്കം പാകിസ്ഥാൻ മുക്കെന്നോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ജംഗ്ഷൻ എന്നോ അടയാളങ്ങളായിട്ട് അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പല സംസ്ഥാനത്തെ ഒട്ടുമിക്ക ജില്ലകളിലും സമാനമായ രീതിയിൽ പേരുകളുണ്ട്.
തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ, തലസ്ഥാന നഗരിയിലേക്ക് എത്തുകയാണെങ്കിൽ തിരുവനന്തപുരത്തും നമുക്ക് പ്രധാനമായും 3 സ്ഥലങ്ങൾ, ആ 3 ഇടങ്ങളാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ്റെ അനുകൂല ആ പേരിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങളുള്ളത്. ഈ സ്ഥലങ്ങൾ അത് കല്ലറ പഞ്ചായത്തിലാണ് ഒരെണ്ണമുള്ളത്. മിതിർമല എന്ന സ്ഥലം, ആ മിതിർമല എന്ന സ്ഥലത്തിന് അടുത്താണ് ഈ ഒരു പാകിസ്ഥാൻ മുക്കുള്ളത്. മറ്റൊന്ന് പാങ്ങോടാണ്. ആ പാങ്ങോടിനടുത്തും ഭരതന്നൂർ എന്ന സ്ഥലമുണ്ട്. ഭരതന്നൂരിന് സമീപത്തായിട്ടാണ് മറ്റൊരു പാകിസ്ഥാൻ മുക്കുള്ളത്. തൊട്ടടുത്ത് മറ്റൊരെണ്ണം വെഞ്ഞാറമൂടിന് സമീപത്തും സമാനമായ രീതിയിൽ ഒരു പാകിസ്ഥാൻ മുക്കുണ്ട്. ഇതെല്ലാം അടയാളങ്ങളായിട്ട് ഗൂഗിൾ മാപ്പുകളിൽ അടക്കമുണ്ട്. അതോടൊപ്പം തന്നെ സ്ഥലത്ത് തന്നെ അവിടെ സ്ഥലപ്പേരുകളായിട്ട് അവിടെ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. കച്ചവട സ്ഥാപനങ്ങളുടെ മുന്നിലായിക്കോട്ടെ, ബസ് സ്റ്റോപ്പുകളിലായിക്കോട്ടെ, അങ്ങനെ അങ്ങിങ്ങായി എല്ലായിടത്തും ഈ പാകിസ്ഥാൻ മുക്ക് എന്ന് എഴുതി അങ്ങനെ സ്ഥാപിച്ചിട്ടുമുണ്ട്, അങ്ങനെ ബോർഡായിട്ട് സ്ഥാപിച്ചിട്ടുമുണ്ട്. ഇതാണിപ്പോൾ ഈ ഒരു തീവ്രവാദ ആക്രമണങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അതിനൊരു പ്രതിഷേധവുമായി പ്രദേശവാസികളുമുണ്ട്. അതോടൊപ്പം തന്നെ BJP നേതാക്കളുണ്ട്, മറ്റ് പൊതുജനങ്ങളെല്ലാവരും പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. കാരണം ഒരു രാജ്യത്തെ സൂചിപ്പിക്കുന്ന പേര്, അത് കേവലം പാകിസ്ഥാൻ നമുക്കൊരു അയൽ രാജ്യം മാത്രമല്ല. കാരണം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവനെ, നമ്മുടെ സൈനികരെ അടക്കം നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. നമുക്ക് ജീവിക്കാൻ തീവ്രവാദികളെ വിട്ടയച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ കഴിയാത്ത, നമ്മുടെ രാജ്യത്ത് അന്തചിത്രം വരുത്തിക്കൊണ്ടിരിക്കുന്നൊരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ എന്നുകൂടി ഓർക്കണം. ഈ വിഭജനം കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോൾ പല സമയത്തും മുന്നറിയിപ്പുകളില്ലാതെ ആക്രമണം നടത്തിയതെല്ലാം പാകിസ്ഥാനാണ്. ഇന്ത്യ സംയമനം പാലിക്കുമ്പോഴെല്ലാം പാകിസ്ഥാൻ നമുക്ക് നേരെ അതൊരവസരമായി എടുത്തുകൊണ്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് മിലിറ്ററി അറ്റാക്ക് ആയാലും ശരി, മറ്റ് തീവ്രവാദികളിലൂടെ ആയാലും ശരി, ഇങ്ങനെ രാജ്യത്തെ നശിപ്പിക്കുന്നതിന് ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നൊരു രാജ്യമാണ് പാകിസ്ഥാൻ. ഈ സാഹചര്യത്തിൽ അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ പേര്, അല്ലെങ്കിൽ ആ രാജ്യത്തെ സ്നേഹിക്കുന്ന രീതിയിൽ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും ഏതർത്ഥത്തിലാണോ ആ പേരുകൾ വന്നതെന്ന് നമുക്കറിയില്ല. എന്തർത്ഥത്തിലായാലും ശരി, പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലപ്പേരുകൾ കേരളത്തിനുള്ളിൽ വേണമോ എന്നൊരാവശ്യം ഉയരുന്നുണ്ട്. തിരുവനന്തപുരത്തും അത് വേണമോ എന്നൊരാവശ്യം ശക്തമായി ഉയരുന്നുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത് മാറ്റി പുനർനാമകരണം ചെയ്യണമെന്ന ഒരു ആവശ്യവും ശക്തമാകുന്നുണ്ട്. അതായത് നേരത്തെ ഏത് പേരാണോ അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ സമാനമായ പേരിൽ നമ്മുടെ രക്തസാക്ഷികളുടെയോ അല്ലെങ്കിൽ നമ്മുടെ ധീരജവാന്മാരുടെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയൊക്കെ പേര് ഇതിനോട് ചേർത്ത് ഈ സ്ഥലങ്ങളിലെല്ലാം സ്ഥാപിക്കണമെന്നൊരു ആവശ്യവും ശക്തമാകുന്നുണ്ട്. എന്തായാലും വളരെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങളുള്ളത്. ബസ്സുകളിലടക്കം അതിൻ്റെ നെയിം ബോർഡ് ഉണ്ടാകുന്നുണ്ട്. ചിലയിടങ്ങളിൽ വലിയ അടയാളങ്ങളായിട്ട് അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നും അത് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പേരുകൾ വന്ന വഴി പലർക്കും അറിയില്ല. കാലാകാലങ്ങളായി വായ്മൊഴിയായി വന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നതെങ്കിൽ പോലും അത്തരം പേരുകൾ ഇനി ആവശ്യമില്ല. നിരന്തരം നമ്മളെ വേട്ടയാടുന്ന ഒരു അയൽരാജ്യത്തിൻ്റെ പേര്, അയൽരാജ്യത്തെ സ്നേഹിച്ചുകൊണ്ടായിക്കോട്ടെ അല്ലെങ്കിലായിക്കോട്ടെ, അത്തരമൊരു പേര് ഇനി സംസ്ഥാനത്ത് ആവശ്യമില്ല എന്നാണ് പൊതുജനങ്ങളും BJPയും അടക്കം പറയുന്നത്. എന്തായാലും ഇതിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന ഭരണകൂടമാണ്, ഇത്തരത്തിൽ സർക്കാരാണ്. സർക്കാർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള പേരുകൾ നീക്കം ചെയ്തുകൊണ്ടുള്ള നടപടികളിലേക്ക് കടക്കണമെന്നൊരാവശ്യവും ശക്തമാവുകയും ചെയ്യുന്നുണ്ട്. ദേവിക.